കാർഷിക സംരംഭങ്ങൾ പോലെയുള്ള അടിസ്ഥാന മേഖലകളിൽ അത് തുടങ്ങാനായിട്ട് നാം നേരിടുന്ന വലിയ കാലതാമസം ഇതൊത്തിരി സംരംഭകരെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരി പേര് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. പലരും പല കാര്യങ്ങളെപ്പറ്റി സ്വപ്നം കാണാൻ പോലും ഭയപ്പെടുന്നു. ഇതാണ് ഒരു പരിധിവരെ നമ്മുടെ യുവതലമുറയെ നമ്മുടെ നാട്ടിൽ നിന്നും ഓടിച്ചത്. ഒരു സംരംഭകൻ ഒരു സംരംഭമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് അറിയാവോ? എത്ര പേർക്ക് ജോലി ലഭിക്കും? എത്ര പേർക്ക് കയ്യിൽ കാശ് കിട്ടും? അത് എത്ര മറ്റു പുതിയ സംരംഭങ്ങളെ പ്രൊമോട്ട് ചെയ്യും? ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. നമ്മുടെ കൊച്ചു കേരളത്തില് എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ പുതുതലമുറയും അതുപോലെ അഭ്യസ്തവിദ്യരും അല്ലെ കഴിവുള്ളവരെല്ലാം നമ്മുടെ നാട് വിട്ടുപോകാനായിട്ട് ഉള്ള പ്രധാന കാരണം ഇവിടെ വേണ്ടുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്കില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ, പോളിസീസ് പ്ലാൻ ചെയ്യുന്നവര് ഒരിക്കലും കർഷകരെ അറിയാവുന്നവരോ കാർഷിക വൃത്തി അറിയാവുന്നവരോ അല്ല. പഴയ രാജഭരണകാലത്തോ അല്ലെങ്കിൽ കോളനിവൽക്കരണ സമയത്തോ ഒക്കെ കർഷകരെയും അതുപോലെ മിഡിൽ ക്ലാസ് ആൾക്കാരെയും അടിച്ചമർത്താനായിട്ട് അവർ സ്വീകരിച്ചിരുന്ന ആ ഒരു ടാറ്റിക്സ് അതാണ് ഇന്നും നമ്മുടെ നാട്ടിൽ പിന്തുടരപ്പെടുന്നത്. എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഒരു സംരംഭകൻ നേരിടേണ്ടി വരുന്നത്. പലപ്പോഴും സംരംഭകൻ ഇല്ലാണ്ടാവുന്നത്, സംരംഭം തോറ്റുപോകുന്നത് ആ വ്യക്തിയുടെ കുറവുകൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സെറ്റപ്പ് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളാണ് മാറേണ്ടത്. നമ്മുടെ നാട്ടിലെ സിസ്റ്റങ്ങളാണ് മാറേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കർഷകൻ ഒരു പുതിയ സംരംഭവുമായിട്ട് ഒരു ആശയമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലോൺ വേണമെങ്കിൽ അവൻ അവന്റെ കാർഷിക വൃത്തികളെല്ലാം മാറ്റിവെച്ചിട്ട് എത്ര ദിവസം എത്ര ഓഫീസ് കയറി ഇറങ്ങിയാലാണ് അവന് ആ ലോണിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയാവോ? അതിനുശേഷം ഈ കർഷകനെ പല പ്രാവശ്യം ഓഫീസിൽ വിളിച്ച്, ബാങ്കിൽ വിളിച്ച് പല പേപ്പറുകൾ ആവശ്യപ്പെടും. ആ സമയം കൊണ്ടെല്ലാം ഇവന്റെ കാർഷിക വൃത്തി, അവൻ ചെയ്യേണ്ട പണികളെല്ലാം പെൻഡിങ് ആവാണെന്ന് മനസ്സിലാക്കും. പല വിദേശ രാജ്യത്തും നാം ലോണിന് അർഹനാണോ അല്ലയോ എന്നറിയാൻ ചുരുങ്ങിയ ദിവസം മതി. നമ്മുടെ നാട്ടിൽ മിനിമം അതൊരു 6 മാസം മുതൽ 6 വർഷം വരെ എടുക്കും.